അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പാലക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഈ കറിക്ക് വേണ്ടി 2 കെട്ട് പാലക്കാണ് എടുത്തത്. പാലക്ക ആദ്യം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം തിളച്ചു കൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് കഴുകി വൃത്തിയാക്കിയ പാലക്ക ഇട്ട് കൊടുക്കാം. ഈ ഇലകൾ ഒന്ന് വാടി വരണം. 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇലകൾ നന്നായിട്ട് ഇതുപോലെ വാടി വരും. സ്റ്റൗ ഓഫ് ചെയ്യാൻ പാടില്ല. തീ ഹൈയിൽ തന്നെ വെക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ 1 മിനിറ്റ് മൂടി വെച്ചിട്ട് തിളപ്പിച്ചാലും മതിയാവും. ഞാനിപ്പോൾ മൂടി വെക്കാതെ തന്നെയാണ് ചെയ്യുന്നത്. ഒരുപാട് സമയം ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാൻ പാടില്ല. ഇതുപോലെ ഒന്ന് സോഫ്റ്റായി വന്നാൽ ഉടനെ തന്നെ ചൂടുവെള്ളത്തിൽ നിന്ന് പാലക്ക് എടുത്ത് മാറ്റാം. ഇല്ലെങ്കിൽ ഇലകളുടെ കളറ് മാറിപ്പോവും. 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് അത്രയും സമയം മാത്രമേ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇലകൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടുവെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത ഉടനെ തന്നെ ഇലകൾ തണുത്ത് കിട്ടണം. അതിനു വേണ്ടി ഫാൻ ഇട്ട് കൊടുക്കാം. ഇലകളുടെ കളറ് ചേഞ്ചായി പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ പാലക്ക നല്ലതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് വെള്ളം ഈ പ്ലേറ്റിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയും വെള്ളം മാത്രം മതി ഇത് നന്നായിട്ട് അരച്ചെടുക്കാൻ. തിക്കിൽ തന്നെയാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ലൂസായി പോവാൻ പാടില്ല. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. 1 സ്പൂണ് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി കറി ഉണ്ടാക്കാം. സൺഫ്ലവർ ഓയിലാണ് ഈ കറിക്ക് നല്ലത്. ഓയിൽ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകത്തിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരണം. കരിഞ്ഞു പോവാൻ പാടില്ല. ജീരകത്തിന് ഈ ഒരു കളറാവുമ്പോൾ 1 സവാള ചോപ്പ് ചെയ്ത് ചേർക്കാം. കൂടെ തന്നെ 2 പച്ചമുളകും വട്ടത്തിലരിഞ്ഞ് ചേർക്കാം. ഇനി സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അതിനു മുന്നേ അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കാം. സവാള നല്ലതുപോലെ വഴന്നു കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ചിട്ട് ലോയിൽ വെക്കുക. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് പൊടികൾ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. പൊടികൾ ചേർക്കുമ്പോൾ ഒരിക്കലും കൂടിപ്പോവരുത്. പിന്നെ കരിഞ്ഞു പോവാതെയും നോക്കണം. ഇനി ഇതിലേക്ക് അരച്ചെടുത്ത പാലക്ക് ചേർക്കാം. ഇതുപോലെ തടിപ്പിൽ വേണം അരച്ചെടുക്കാൻ. ഇനി 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. തൈര് ചേർത്ത കാരണം നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കറി നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതുപോലെ തിക്കായിട്ട് വേണം കറി കിട്ടാൻ. ഇനി ഈ കറിക്ക് വറവിട്ട് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് വറവിട്ട് കൊടുക്കാൻ ഞാൻ ഉപയോഗിക്കുന്നത്. ഓയിൽ ചൂടാവുമ്പോൾ 5 വലിയ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ചേർക്കാം. തീ കുറച്ചിട്ട് ലോയിൽ വെക്കാം. വെളുത്തുള്ളി ഈ ഒരു കളറാവുമ്പോൾ 3 ഉണക്കമുളക് ഇട്ടിട്ട് ക്രിസ്പാക്കി എടുക്കാം. തിക്കായിട്ടുള്ള ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളുത്തുള്ളിയും ഉണക്കമുളകും ഒന്നും കരിഞ്ഞു പോവരുത്. റൊട്ടീൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. നല്ല ചൂട് കറിയുടെ മുകളിൽ ഒരു വലിയ കഷ്ണം ബട്ടർ കൂടി വെച്ച് കൊടുക്കാം. ബട്ടർ കൂടി ചേരുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.